എല്ലാവർക്കും സുഖമാണോ? കുറേ ആയല്ലോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മല്ലി എല്ലാവരും കാണിച്ചേക്കാന്ന്. ഇത് കണ്ടോ, ഇത് മല്ലിയാണേ, നമ്മുടെ കൊറിയാൻഡറിൻ്റെ കുഞ്ഞ് പ്ലാന്റ്. ഇവിടെ ഉണ്ടായ മല്ലി കുരു പാകി കിളിപ്പിച്ചതാണേ. ഇവിടെ എല്ലാ വർഷവും ഇഷ്ടംപോലെ മല്ലി ഉണ്ടാവും. ഞാനതിനെല്ലാം ഉണക്കി നാട്ടിൽ പറയുന്ന പോലെ കൊയ്ത് മെതിച്ച് ഞാൻ സ്റ്റോർ ചെയ്യും. എന്നിട്ട് പൊടിച്ചാണ് ഞാൻ കൂടുതലും മല്ലിപ്പൊടി ഇവിടുന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ലപോലെ മല്ലി ഉണ്ടാകുന്നു കേട്ടോ ഈ പറമ്പിൽ. അപ്പോൾ ഈ വർഷം ഞാൻ കുറച്ചേ ചെയ്തുള്ളൂ, ഇച്ചിരിയേ ചെയ്തുള്ളൂ. അപ്പോൾ ഇത്രയും. അപ്പം ഇങ്ങനെ ചെറുതടിക്കുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് ഞാൻ കറിയിലൊക്കെ ഇടും. അങ്ങനെ ഒക്കെ ഇരിക്കുന്നു. കണ്ടോ മല്ലി കണ്ടോ? ഇത് ചെറുതായിട്ട് സ്പിനച്ച് ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ചിനകത്തൊക്കെ വെക്കാനും ഒക്കെയായിട്ട് ചെറിയ ബോക്സുകളിൽ കൂടെ ഇങ്ങനെ സ്പിനച്ച് ഉണ്ടായി നിൽപ്പുണ്ട്. പച്ചക്കറിയൊക്കെ തീരാറായി, എല്ലാം തന്നെ തീർന്നു. ഇനിയിപ്പോൾ വിൻ്ററായില്ലേ, അപ്പോൾ അങ്ങനെ പച്ചക്കറികളൊക്കെ തീർന്നു. ഇപ്പം ഇവിടെ ചോക്കോ ഉണ്ടായി കിടക്കുന്നു. ഞാനത് കാണിച്ചില്ലായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇവിടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഓറഞ്ചൊക്കെ നല്ലപോലെ പഴുത്ത്. ഇത് പുളിയൻ ഓറഞ്ചാണ്, നല്ല പുളിയാണ്. ഞാൻ നിങ്ങളെ ചോക്കോ കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് വേറൊരു ഓറഞ്ചാണ്. ഇവിടെ ചോക്കോസ് ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിലേക്കൂടെയൊക്കെ ആയി ചോക്കോ വള്ളിയിൽ കയറി. ഇത്തവണ ചോക്കോ ശരിക്കും അങ്ങ് ഉണ്ടായില്ല. ഇതുണ്ടോ ചോക്കോസ്, ഇതെല്ലാം കിടന്ന് കിളുത്തു പോവാം. വള്ളിയിൽ ഇങ്ങനെ ചോക്കോ ഇഷ്ടംപോലെ പറിക്കാതിട്ടിട്ട് ഇതുണ്ട്. ഇതിങ്ങനെയാട്ടോ കിളുക്കുന്നത്. എല്ലാവർക്കും അറിയുമോ ചോക്കോ എങ്ങനെയാണ് കിളുക്കണേന്ന്? ഇതിങ്ങനെ മരത്തിലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഈ എഡ്ജിൽ നിന്നാണ് അതിൻ്റെ കിളിപ്പുണ്ടായി അടുത്ത പ്ലാന്റ് ഉണ്ടായി വരിക കേട്ടോ.